ലൈവിനകത്ത് കുറച്ചു മുമ്പ് നടന്ന ആ ഒരു കൂട്ടത്തല്ലിനെ തുടർന്ന് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ബറും അപ്പാനിഷത്തും കൂടി ഇരുന്ന് അങ്ങ് ന്യായീകരിച്ച് മെഴുകുവാണ്. അക്ബർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തോടെ പലരും വിളിക്കുന്ന വാക്കാണ് ഞാൻ അവനെ വിളിച്ചത്. സ്നേഹത്തോടെ പലരും വിളിക്കുന്ന വാക്കാണ് അത്രമ്മ. ഓക്കെ, സ്നേഹത്തോടെ വിളിക്കുന്ന വാക്കായിരിക്കാം. പക്ഷെ അക്ബർ അതവിടെ പറയേണ്ട എന്ത് കാര്യമാണുള്ളത്? അങ്ങനെ ഒരു പ്രൊവോക്കേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെയാണ് അക്ബർ ആ വാക്ക് വിളിച്ചത്. ഇവര് വിളിച്ചു കഴിഞ്ഞിട്ടോ അവന്റെ സംസ്കാരത്തിന് ആ ഒരു വാക്കാണ് ചേരുന്നത് എന്നും പറയുന്നു. എന്ത് സംസ്കാരം? അക്ബറാണ് അക്ബറിന്റെ സംസ്കാരം അവിടെ കറക്റ്റായിട്ട് തെളിയിച്ചത്. എന്താണ് അക്ബറിന്റെ സംസ്കാരം എന്നുള്ളത് അക്ബർ അവിടെ കറക്റ്റായിട്ട് കാണിച്ചു. പ്രേക്ഷകരുടെ മുന്നിൽ അങ്ങ് തെളിയിച്ചു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. അതും തെറി വിളിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ, അതവിടെ വിടുക എന്നുള്ളതല്ലാതെ വെറുതെ ഇരുന്നങ്ങ് ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുവാണ് ലൈവിനകത്ത് ഇരുന്നിട്ട്. കേൾക്കാൻ തന്നെ എന്ത് വെറുപ്പിയിലാണെന്നറിയോ ഇവരുടെ ഈ സംസാരം. എന്നിട്ട് അപ്പാനിഷത്ത് പറഞ്ഞു, നിന്നെ എല്ലാരും കൂടെ ടാർഗറ്റ് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഷാനവാസും ഒനിയിലും എല്ലാരും കൂടെ വന്ന് നിന്നിട്ട് നിന്നെ ടാർഗറ്റ് ചെയ്ത് നിന്നെ അങ്ങ് കൊല്ലുമായിരുന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ അപ്പാനിഷത്ത് പറയുകയാണ്. അപ്പോ അക്ബർ പറയുന്നുണ്ട് എനിക്ക് അവനെ ഒന്നും ഒരു പേടിയില്ല, അവനൊക്കെ വെറും ഇതാണെന്നുള്ള രീതിയിലാണ് അക്ബർ പറയുന്നത്. പുച്ഛമാണ് ബേസിക്കലി, എല്ലാവരെയും പുച്ഛമാണ് ഈ രണ്ടുപേർക്കും. രണ്ടുപേരും ഒരു ടീമായിട്ട് നിന്നാൽ മറ്റേ അണ്ണനാണ് തമ്പിയാണ് അതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയത്തില്ല, എന്ത് ട്രാക്കാണ് ഇവർ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ ബ്രദർ ആയിരിക്കും, എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ രണ്ടുപേർക്കും ഒരുത്തനെ ഒരു രീതിയിലുള്ള ഒരു റെസ്പെക്ട് എന്ന് പറയുന്നൊരു സാധനമില്ല. ആരെയും അവർക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല, എല്ലാവരോടും പുച്ഛമാണ്. ഇപ്പൊ അപ്പാനിഷത്തിന്റെ ഒരു ഗെയിമിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എല്ലാവരും പാവമാണ്. ഒരു 2-3 ദിവസം മുമ്പ് വരെ അപ്പാനിഷത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞാൽ സകല പെണ്ണുങ്ങളെയും എല്ലാ മറ്റവളുമാരെയും ഞാൻ പഠിപ്പിക്കും എന്നാണ് അപ്പാനിഷത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പറയുന്നത് പറഞ്ഞ ഇവിടുത്തെ ആണുങ്ങളാണ് സാധനങ്ങൾ, പെണ്ണുങ്ങൾ കുഴപ്പമില്ല, പെണ്ണുങ്ങൾ അടക്കം ഒതുക്കമുള്ള പാവം കുട്ടികളാണെന്നാണ് പറയുന്നത്. റെനാ ഫാത്തിമയൊക്കെ പൊക്കി അടിച്ചോണ്ടിരിക്കുകയാണ് ലൈവിനകത്ത്.